നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. എടുത്തോണ്ട് പോടാ അവിടുന്ന്. ആനയ്ക്ക് പട്ടയും കുടമാറ്റത്തിന് കുടയുമായി എത്തിയവരെ പറപ്പിച്ച പോലീസ് കമ്മീഷണർക്ക് നല്ല നമസ്കാരം. ഇവരെ തടയുന്ന തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ വെട്ടിലായിരിക്കുന്നത് ആഭ്യന്തര വകുപ്പ്. ആഭ്യന്തര വാഴയ്ക്ക് പറ്റിയ ഏമാന്മാരാണ് കൂടെയുള്ളതെന്ന് കലി തുള്ളുകയാണ് മലയാളി. തൃശൂർ പൂരം കുളമാക്കിയത് തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയമാകുമെന്ന് കണ്ടതോടെ CPM ക്യാപ്സൂൾ വന്നിട്ടുണ്ട്. കമ്മീഷണർ അങ്കിത് കുമാർ സുരേഷ് ഗോപിയുടെ സുഹൃത്തെന്ന് കമ്മി ഗ്രൂപ്പുകൾ പ്രചരിപ്പിക്കുന്നത്. അതായത് ഇനിയിപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞിട്ടായിരിക്കും അങ്കിത് ഇത് ചെയ്തതെന്നാണ് കമ്മികൾ പറഞ്ഞു വെക്കുന്നത്. പൂരം കുളമാക്കിയ ക്രെഡിറ്റ് BJP സ്ഥാനാർത്ഥിയുടെ തലയിലിടാൻ നൈസായിട്ടൊന്ന് നോക്കിയതാ. അതും പൊളിച്ചടുക്കിയിട്ടുണ്ട് മലയാളി. അതെന്താ, അങ്കിതിന് ശമ്പളം കൊടുക്കുന്നത് ഖജനാവിൽ നിന്നല്ലേ, അതോ സുരേഷ് ഗോപിയുടെ തറവാട്ടിൽ നിന്നാണോ എന്നാണ് ചോദ്യം വരുന്നത്. ഏതായാലും ഇക്കൊല്ലത്തെ പൂരം കുളമാക്കിയ പിണറായിക്കും ഇടതിനും പോലീസിനും മലയാളിയുടെ നല്ല നമസ്കാരം. പട്ടയുമായി എത്തിയവരോട് കമ്മീഷണർ അങ്കിത് അശോക് കയർക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത് വലിയ എതിർപ്പിനും വിമർശനങ്ങൾക്കുമാണ് വഴിവെച്ചിരിക്കുന്നത്. എടുത്തോണ്ട് പോടാ പട്ട എന്ന് പറഞ്ഞ് കയർക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇതിന് പിന്നാലെ കുടമാറ്റത്തിന് കൊണ്ടുവന്ന കുടകൾ പോലീസ് തടയുന്നതും ദൃശ്യങ്ങളിലുണ്ട്. കുടമാറ്റത്തിന് മുൻപായി ഗോപുരത്തിനുള്ളിലേക്ക് കുടകൾ കൊണ്ടുവന്നപ്പോഴാണ് തടഞ്ഞത്. പിന്നീട് ഇവരെ അകത്ത് പ്രവേശിപ്പിച്ചു. ഇത്തരം പ്രശ്നങ്ങളാണ് തൃശൂർ പൂരത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായത്. തൃശൂർ പോലീസ് കമ്മീഷണർക്കെതിരെ ദേശക്കാർ ശക്തമായ പ്രതിഷേധത്തിലാണിപ്പോൾ. തിരുവമ്പാടിയുടെ കുടമാറ്റത്തിനുള്ള ശ്രീരാമന്റെ കുട കൊണ്ടുവന്നവരെയും പോലീസ് തടഞ്ഞിരുന്നു. എന്നാൽ ഒരു പട്ടയോ കുടയോ കൊണ്ട് നിരവധി പേർ അകത്ത് കടക്കാൻ ശ്രമിച്ചപ്പോഴാണ് തടഞ്ഞത് എന്നാണ് കമ്മീഷണറുടെ വിശദീകരണം. പൂരം പ്രതിസന്ധിയിൽ അന്വേഷണം വേണമെന്ന് 3 മുന്നണികളും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ. അതിനിടെ തൃശൂർ പൂരം സംബന്ധിച്ച പരാതികൾ ഗൗരവമായി കാണുന്നുവെന്നും DGPയോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടുവെന്നും മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. പോലീസ് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളെ ചൊല്ലി തൃശൂർ പൂരത്തിനിടെ ഉണ്ടായ പ്രതിസന്ധിയെക്കുറിച്ച് ലഭിച്ച പരാതികളിൽ അന്വേഷണം നടത്താനാണ് DGPക്ക് നിർദ്ദേശം നൽകിയത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ 2 പരാതികളാണ് എത്തിയതെന്നും ഇതിൽ അന്വേഷണം നടത്താനായി DGPക്ക് കൈമാറിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വിഷയം ഗൗരവതരമായി കാണുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞത്. തൃശൂർ പൂരം സംബന്ധിച്ച് നേരത്തെ 1-2 ഘട്ടങ്ങളിൽ ഇടപെടാൻ തനിക്ക് അവസരം ലഭിച്ചിരുന്നു. അന്ന് തെരഞ്ഞെടുപ്പ് സമയമല്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് സർക്കാരിന് ഇടപെടുന്നതിന് പരിമിതിയുണ്ട്. അന്ന് ഇടപെട്ട് നല്ല ഫലമുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു. തൃശൂരിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി എത്തിയപ്പോൾ ദേവസ്വം ഭാരവാഹികൾ വന്ന് കണ്ടിരുന്നു. പൂര ദിവസം അവിടെ എത്താൻ ക്ഷണിച്ചിരുന്നു. അന്ന് കോഴിക്കോട് പോകുന്നതിനാൽ വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. നല്ല രീതിയിലാണ് സർക്കാർ ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുത്തത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ 2 പരാതികളാണ് എത്തിയതെന്നും ഇതിൽ അന്വേഷണം നടത്താനായി DGPക്ക് കൈമാറിയിട്ടുണ്ടെന്നും പിണറായി പറഞ്ഞു. ഈ പറയുന്ന ദിവസം എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. ഗൗരവമായ പരാതി അതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിട്ടുണ്ട്. അതിലൊന്ന് ദേവസ്വം ഉന്നയിച്ച പരാതിയാണ്. മാധ്യമപ്രവർത്തകരുടെ നേരെ ശരിയല്ലാത്ത നില സ്വീകരിച്ചു എന്നൊരു പരാതിയുമുണ്ട്. അത്തരം പരാതികളെപ്പറ്റി DGPയോട് കൃത്യമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശിച്ചു. ഗൗരവമായി തന്നെയാണ് വിഷയത്തെ കാണുന്നത്. അന്വേഷണം നടക്കട്ടെ. തുടർന്ന് എന്താണോ വേണ്ടത് ആ നടപടികൾ സ്വീകരിക്കും. മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണ്. പൂരപ്പറമ്പിൽ ജനങ്ങളെ ശത്രുവായി കണ്ട തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിനെതിരെ അന്വേഷണം വേണമെന്നാണ് CPM ആവശ്യപ്പെടുന്നത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ മന്ത്രിമാർക്ക് വിഷയത്തിൽ ഇടപെടാൻ പരിമിതികളുണ്ട് എന്നാണ് LDFന്റെ വിലയിരുത്തൽ. വിഷയത്തിൽ RSS BJP ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് LDF ജില്ലാ കമ്മിറ്റി പ്രസ്താവന ഇറക്കിയിരുന്നു. വെള്ളിയാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം തിരുവമ്പാടി വിഭാഗത്തിന്റെ എഴുന്നള്ളിപ്പിനും ആൾവരവിനും തടസ്സമാകും വിധം റോഡ് തടഞ്ഞപ്പോൾ പൂരം ചടങ്ങ് മാത്രമാക്കാൻ ദേവസ്വം തീരുമാനിക്കുകയായിരുന്നു. അങ്കിത് അശോകിന്റെ നേതൃത്വത്തിൽ വെടിക്കെട്ട് സ്ഥലത്ത് നിന്ന് ഭൂരിഭാഗം ജീവനക്കാരെയും കമ്മിറ്റി അംഗങ്ങളെയും ഒഴിവാക്കാനുള്ള നീക്കവും തർക്കത്തിനിടയാക്കി. അങ്ങനെ രാത്രി വെടിക്കെട്ടും നടക്കാതെ പോയത്. ഇക്കൊല്ലമാണ് തൃശൂർ പൂരം ഇത്ര കുളമായി പോയത്. സത്യത്തിൽ പോലീസിന്റെ അമിതമായ ഇടപെടൽ വലിയ പ്രതിസന്ധിയാണ് പൂരത്തിനുണ്ടാക്കിയത് എന്നത് വലിയ എടുത്തു പറയേണ്ട ഒരു വിഷയം തന്നെയാണ്. എല്ലാ കൊല്ലവും പൂരം അതിഗംഭീരമായി തന്നെ നടക്കാറുണ്ട്. സാധാരണ പൂരം കഴിയുമ്പോൾ ഉണ്ടാകുന്ന വിമർശനം മതിയായ നടപടികൾ ഉണ്ടായില്ല, സുരക്ഷ ഒരുക്കുന്നതിൽ വീഴ്ച ഉണ്ടായി തുടങ്ങിയ കാര്യങ്ങളാണ്.
എന്നാൽ ഇക്കൊല്ലം അതും കവിഞ്ഞ് അതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ ഇടപെടലായി തൃശ്ശൂർ പൂരം മാറി എന്നതാണ് എടുത്തു പറയേണ്ട വിഷയം. തൃശ്ശൂർ പൂരത്തിൽ CPMകാരെ ചൊടിപ്പിച്ചത് അയോധ്യ രാമനെ കാണിച്ചു എന്നുള്ളതാണ്. അതാണ് വലിയൊരു രാഷ്ട്രീയ വിവാദത്തിലേക്ക് CPM തള്ളിവിട്ട സംഭവം. എന്നാൽ ഇതിനെ തുടർന്നാണ് പല വിവാദങ്ങളും ഉയർന്നു വന്നത്. പോലീസ് അമിതമായ ഇടപെടലാണ് തൃശ്ശൂർ പൂരത്തിന് കാണിച്ചത്. ഈ ആഭ്യന്തര വകുപ്പിന് നേരെ വിമർശനം വന്നതോടെയാണ് സംഭവം BJPയുടെ തലയിലേക്കിടാൻ ഇപ്പോൾ നീക്കം നടക്കുന്നത്. അതായത് സുരേഷ് ഗോപിയുടെ സുഹൃത്താണ് അങ്കിത് എന്ന തരത്തിലേക്കാണ് CPM സൈബർ ഗ്രൂപ്പുകൾ പ്രചരിപ്പിക്കുന്നത്. ഇനിയിപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞിട്ട് പൂരം കുളമാക്കാൻ ഇടപെടൽ ഉണ്ടായി എന്ന തരത്തിലേക്കും ഈ വാദങ്ങൾ പോകാം. CPM ആ രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. തങ്ങളുടെ കൈകൾ ശുദ്ധമാണ്, പൂരം നടക്കുന്നതിൽ ഒരു പ്രശ്നങ്ങൾക്കും പോലീസിനും സർക്കാരിനും വീഴ്ച പറ്റിയിട്ടില്ല എന്ന് വരുത്തണമല്ലോ. അതുകൊണ്ട് ഇത് ആരുടെയെങ്കിലും തലയിൽ ഇടണം. മാത്രമല്ല ഇത് തെരഞ്ഞെടുപ്പിൽ ബാധിക്കും എന്ന് കൃത്യമായി അറിയാവുന്നതുകൊണ്ടാണ് ഇപ്പോൾ സുരേഷ് ഗോപിയെ അതിലേക്ക് വലിച്ചിഴച്ചിരിക്കുന്നത്. തൃശ്ശൂർ പൂര അട്ടിമറിയിൽ രാഷ്ട്രീയ വിവാദം അതിശക്തമാകുകയാണ്. പൂരം രാത്രിയിൽ നൂറുകണക്കിന് ആളുകൾ സ്വരാജ് റൗണ്ടിൽ കണ്ട് ആസ്വദിച്ചിരുന്ന പഞ്ചവാദ്യവും എഴുന്നള്ളിപ്പും ഇത്തവണ തടസ്സപ്പെട്ടു എന്നതാണ് എടുത്തു പറയേണ്ടത്. രാത്രി നടക്കേണ്ട വെടിക്കെട്ട് പകലും നടന്നു. അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോരിനിടെ നടന്ന തൃശ്ശൂർ പൂരം എല്ലാ അർത്ഥത്തിലും അട്ടിമറിയുടേതായി. രാത്രി പൂരത്തിന് സ്വരാജ് റൗണ്ട് കാലിയാക്കിയിട്ട പോലീസ് പാറമേക്കാവ് വിഭാഗത്തിൽ നിന്ന് കടത്തിവിട്ടത് 200ഓളം പേരെ മാത്രമാണ്. തിരുവമ്പാടിയിൽ ആരെയും കടത്തിവിട്ടില്ല. ആസ്വാദകരില്ലാതെ ദേവസ്വംകാരെ മാത്രം എണ്ണി സ്വരാജ് റൗണ്ടിലേക്ക് വിടാമെന്ന പോലീസിന്റെ വാശി അവസാനിച്ചതും പൂരം ബഹിഷ്കരണത്തിലാണ്. നാട്ടുകാരില്ലാതെ തങ്ങൾ പോകില്ലെന്ന് തിരുവമ്പാടി വിഭാഗം ഉറച്ചുനിന്നു. ഇതോടെ സർക്കാരും ജില്ലാ ഭരണകൂടവും അടക്കം പ്രതിസന്ധിയിലാകുകയായിരുന്നു. പിന്നെയാണ് ഒത്തുതീർപ്പ് ചർച്ചകൾ, ഒടുവിൽ പകൽ വെടിക്കെട്ടു. ഏതായാലും ഈ സംഭവം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്നത് ഉറപ്പാണ്. തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് ആളുകളുടെ ഒരു പൂരമാണ്. അവർ ഒത്തുകൂടും, എല്ലാ ദിക്കിൽ നിന്നും ആളുകളെത്തും, വിദേശത്ത് നിന്ന് പോലും പൂരം കാണാൻ ആളുകളെത്തും. അതാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. മേളവും വെടിക്കെട്ടും കുടമാറ്റവും ഒക്കെ കണ്ട് ആസ്വദിച്ച് ആവേശം കൊള്ളുന്ന മലയാളിക്ക് ഇക്കൊല്ലം പക്ഷേ അതെല്ലാം വെറും പാഴായി പോയി എന്ന് പറയേണ്ടി വരും. തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു തനിമ ഇക്കൊല്ലം നഷ്ടപ്പെട്ടു എന്നത് എടുത്തു പറയണം. പോലീസിൻ്റെ അനാവശ്യ ഇടപെടലാണ് അതുണ്ടാക്കിയത്. അതിൽ വലിയ വിമർശനമാണ് ഉയരുന്നത്. രാത്രി വെടിക്കെട്ട് നടക്കാതെ പോയതോടെ പൂരപ്രേമികൾ ആകെ നിരാശരായിപ്പോയി. ഈ നിരാശ തൃശ്ശൂരിനെയും ചാലക്കുടിയെയും പാലക്കാടിനെയും ആലത്തൂരിനെയും നേരിട്ട് തന്നെ ബാധിക്കും. സംസ്ഥാന സർക്കാരിനും പോലീസിനും എതിരായ വികാരം ആളിക്കത്തിക്കാൻ തൃശ്ശൂർ പൂരത്തിലെ സംഭവ വികാസങ്ങൾ ഇടയാക്കുമെന്ന വിലയിരുത്തൽ ഇപ്പോൾ സജീവമാണ്. അങ്ങനെ വന്നാൽ ആലത്തൂരിലും പാലക്കാട്ടും തൃശ്ശൂരും ഇടത് സ്ഥാനാർത്ഥികൾ വലിയ പ്രതിസന്ധി നേരിടും. തൃശ്ശൂർ പൂരത്തിന്റെ കുടമാറ്റത്തിൽ രാംലല്ല, വില്ലുകുലച്ച ശ്രീരാമൻ എന്നിവയെല്ലാമായിരുന്നു ഇത്തവണത്തെ ഇരു ദേവസ്വങ്ങളുടെയും പ്രത്യേകത. ഇതെല്ലാം വലിയ ചർച്ചകൾക്ക് തന്നെ വഴിവെച്ചിട്ടുണ്ട്. ഇതെല്ലാം BJP അജണ്ടയ്ക്ക് വേണ്ടിയാണെന്നാണ് ചിലരുടെ കണ്ടുപിടുത്തം. പിന്നാലെയാണ് വെടിക്കെട്ട് രാത്രി നടക്കാതെ പോയത്. തൃശ്ശൂരിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. വിശ്വാസം ഉയർത്തി മത്സരിക്കുന്ന സുരേഷ് ഗോപിക്കും BJPക്കും അവരുടെ വാദങ്ങൾ ശക്തമായി ഉന്നയിക്കാൻ കഴിയുന്ന സാഹചര്യമാണ് തൃശ്ശൂർ പൂരം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പൂരപ്രേമി കൂടിയായ CPI സ്ഥാനാർത്ഥി VS സുനിൽകുമാറിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന സംഭവ വികാസങ്ങളാണ് പൂരനഗരിയിൽ ഉണ്ടായത്. ആലത്തൂരിൽ രമ്യ ഹരിദാസിനും പാലക്കാട്ടെ ത്രികോണപ്പോരിൽ BJPക്കും ഈ വിവാദം ഗുണകരമാകുമെന്നാണ് വിലയിരുത്തൽ വരുന്നത്. എന്തായാലും പൂരം കുളമാക്കിയതും ഇപ്പോൾ പിണറായിക്ക് ഏണിയായിരിക്കുകയാണ്. എല്ലാം തിരിച്ചടിക്ക് തന്നെ വകയുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.